വിശുദ്ധനും സത്യവാനും വിശ്വസ്തനുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇപ്പോൾ മലയാളി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയും ഭാര്യ ജിജി മാരിയോയും. കൂടെ അജ്മൽ, ആന്റണി ദേവസ്യ, സുലൈഖ എന്നീ പേരുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നീ രണ്ട് രജിസ്റ്റേർഡ് ഓർഗനൈസേഷനുകളെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. സുലൈമാനും ഭാര്യയും കൂടി ഈസാ നബിയെയും അള്ളാഹുവിനെയും കത്തോലിക്കർക്കിടയിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അതിശക്തമായ എതിർപ്പാണ് കഴിഞ്ഞ വർഷം കത്തോലിക്കർക്കിടയിൽ നിന്നും അവർക്കെതിരെ ഉണ്ടായത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കത്തോലിക്ക നേതൃത്വത്തിനുമായില്ല. അതുകൊണ്ട് മെത്രാന്റെ മുന്നിൽ ചെന്ന് സുലൈമാന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. കത്തോലിക്കരിൽ നിന്നുള്ള അതിശക്തമായ ഈ എതിർപ്പ് മറികടക്കാൻ പ്രയാസമാണെന്നും തിരിച്ചറിഞ്ഞതിൻ്റെ അനന്തരഫലമായി കഴിഞ്ഞ വർഷം സുലൈമാനും ഭാര്യയും കൂടി ഒരു ലൈവ് വരുന്നു. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിയോജിപ്പുകൾ കേട്ട് ദുഃഖിതരായി ഞങ്ങൾ സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അതോടെ സംഗതി ആകെ തിരിഞ്ഞു. വാദി പ്രതിയായി തീർന്നു. ആ ഒരൊറ്റ ലൈവ് കഴിഞ്ഞപ്പോൾ സുലൈമാന്റെ ദുരുപദേശങ്ങളെ എതിർത്തിരുന്നവരെല്ലാം വേട്ടക്കാരും സുലൈമാനും ഭാര്യയും ഇരകളുമായി മാറി. അതുവരെ സുലൈമാന്റെ പഠിപ്പിക്കലുകളെ എതിർത്തിരുന്ന ചില കത്തോലിക്കർ പോലും മറുകണ്ഠം ചാടി സുലൈമാനും ഭാര്യയ്ക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും ഉണ്ടായി. ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവരെന്ന് പറഞ്ഞാൽ സുലൈമാനെയും ഭാര്യയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും ഇട്ട പോസ്റ്റുകൾ ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. സാമ്പിളിന് ചിലത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സുവിശേഷ പ്രഘോഷണം നിർത്തരുത്. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിയോജിപ്പുകൾ കേട്ട് ദുഃഖിതനായി സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് വളരെ ദുഃഖത്തോടെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങയ്ക്കെതിരെ അഭിപ്രായം പറഞ്ഞവരിൽ ഞാനും ഉൾപ്പെടുന്നു എന്നതിനാൽ ഒരു തുറന്ന അഭ്യർത്ഥന നടത്താൻ ഞാൻ നിർബന്ധിതനാകുന്നു. നിങ്ങൾ സുവിശേഷ പ്രസംഗം നിർത്തരുത് എന്നാണ് ഒരു വ്യക്തി പറഞ്ഞത്. ലിതിൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, അദ്ദേഹം ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്താണ്. ലിതിൻ പറഞ്ഞത് സുലൈമാൻ സുവിശേഷം പറയുന്നത് അവസാനിപ്പിച്ചതിന് ദൈവസന്നിധിയിൽ പലരും ഉത്തരം പറയേണ്ടി വന്നേക്കാം എന്നാണ്. മാത്രമല്ല വേറെ ഒരു ഉപദേശവും കൂടി ലിതിൻ തരുന്നുണ്ട്. നമ്മൾ അവരെ കണ്ട് പഠിക്കണം അത്രേ. പലർക്കും അവരെ മാതൃകയാക്കാം. അവരെ മാതൃകയാക്കിയവരൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമേ ലിതിനോട് എനിക്ക് പറയാനുള്ളൂ. എന്നാലും ഈ ലൈവിന് ശേഷം സുലൈമാനും ഭാര്യയും സുവിശേഷം അറിയിക്കുന്നത് നിർത്തിയതിനെക്കുറിച്ച് എന്നോടും ചില ആളുകൾ സംസാരിച്ചിരുന്നു, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ച ചോദ്യം, സുലൈമാനും ഭാര്യയും എന്നാണ് സുവിശേഷം അറിയിച്ചിട്ടുള്ളത് എന്നാണ്. കുടുംബധ്യാനമോ ഫാമിലി കൗൺസിലിങ്ങോ മോട്ടിവേഷൻ സ്പീച്ചോ അല്ല സുവിശേഷം എന്ന് പറയുന്നത്. ചാരിറ്റി വർക്കുകളും അല്ല സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെയും പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളുടെ കമൻറ്റ് നിങ്ങൾ നോക്കിയേ. നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മുൻകൈയെടുത്തും അനേക ആളുകളുടെ സഹായം കൊണ്ടും ഇത് നിങ്ങൾക്ക് സാധിച്ചു. ഇതാണ് സുവിശേഷം എന്നാണ് അയാൾ പറയുന്നത്. ഇതല്ല സുവിശേഷം. ഇതല്ല സുവിശേഷം എന്നത് ആത്മരക്ഷയുടെ സന്ദേശം അറിയിക്കുന്നതാണ്. പാപിയായ മനുഷ്യനോട് അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്നും ഒരു മോചനം യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നിന്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിച്ചത്. നിനക്ക് പകരമായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. നിന്റെ നീതീകരണത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. നീ ഈ കാര്യം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും നിനക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൻ്റെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്താൽ ദൈവം നിനക്ക് പാപമോചനം തരും. ആ നിമിഷം നീ ദൈവത്തിൻ്റെ പൈതലായി മാറും. നീ സ്വർഗാവകാശിയായി തീരും. അതിനുവേണ്ടി നീ യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ടതില്ല. ദൈവം സൗജന്യമായി നിനക്ക് പാപമോചനം തരും എന്നൊരു പാപിയായ മനുഷ്യനോട് അറിയിക്കുന്നതാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. അല്ലാതെ ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നതോ കുടുംബധ്യാനം നടത്തുന്നതോ അല്ല. അത് മനസ്സിലാക്കാനുള്ള തിരുവചന ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് സുലൈമാനും ഭാര്യയും ഇതുവരെ സുവിശേഷമാണ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത് എന്ന് ഇവരൊക്കെ തെറ്റിദ്ധരിക്കാൻ കാരണം. ഏതായാലും സുലൈമാൻ്റെയും ഭാര്യയുടെയും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ അന്ന് പലരും വീണുപോയി. സുലൈമാനെതിരെ ഉണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം ആ ഒരൊറ്റ ലൈവ് കൊണ്ട് ഇല്ലാതായി. സുലൈമാൻ്റെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ വീഴാതെ
തുടർന്നും സുലൈമാന്റെ പഠിപ്പിക്കലുകളെ എതിർത്തുകൊണ്ടിരുന്ന ചുരുക്കം ചില കത്തോലിക്കർ മറ്റുള്ളവരുടെ മുമ്പാകെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു. എല്ലാം സുലൈമാന്റെ ആ ഒരൊറ്റ ലൈവ് കൊണ്ട്, ഒറ്റ ലൈവിന് ശേഷം സംഭവിച്ചതാണ്. ഇത് കഴിഞ്ഞ കൊല്ലം നടന്ന കാര്യമാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സുലൈമാൻ വീണ്ടും ഇതാ ഒരു ലൈവ് വന്നു. ഇപ്രാവശ്യം ലൈവിൽ കൂടെ ഉണ്ടായിരുന്നത് ഭാര്യയല്ല, ഓഫീസ് സ്റ്റാഫുകളായിരുന്നു എന്ന് മാത്രം. കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ സുലൈമാന്റെ ഭാര്യ ജിജി സുലൈമാനെതിരെ കൊടുത്ത പരാതി വെളിയിൽ വന്നപ്പോൾ മുതൽ സുലൈമാനെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നിരുന്ന കത്തോലിക്കരെല്ലാവരും സുലൈമാന്റെ ഈ ലൈവോടെ പഴയതുപോലെ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. ഇപ്പം അവരുടെ കണ്ണിൽ സുലൈമാൻ ഇരയും ജിജി വേട്ടക്കാരിയുമാണ്. ഇരവാദക്കരച്ചിൽ നടത്തിയ ആളുകളെ കയ്യിലെടുക്കാൻ സുലൈമാൻ പണ്ടേ മിടുക്കനാണ്. സുലൈമാൻ തുർക്കിയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഞാനിട്ട വീഡിയോയിൽ നിന്നും ഏതാണ്ട് 1.5 മിനിറ്റുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ സുലൈമാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിലർ വന്ന് സംസാരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ആൾ ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യാനിയായ അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അബ്ദുൾ വഹാബിനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. ഞാനും മുനീർ എന്ന് പറയുന്ന സഹോദരനും കൂടി വർഷങ്ങൾക്ക് മുൻപ് അബ്ദുൾ വഹാബ് കണ്ണൂർ ഭാഗത്ത് താമസിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിചയമുണ്ട്. പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ടുമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വന്നിട്ട് പറയുന്നത് ഈ കുടുംബ വഴക്കിനെ ആഘോഷിക്കുന്നവരായിട്ടും കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്നവരുമായിട്ടാണ് ഞങ്ങളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ കുടുംബ വഴക്ക് ആഘോഷിക്കുന്ന ആളുകൾ. അതുപോലെ സുലൈമാനൊക്കെ ഇത്രയും വലിയ ലെവലിലെത്തി, നമ്മളങ്ങനെ എത്തിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഇത് കുടുംബ വഴക്കാണെന്ന് പറയുന്നത് മഹാ കോമഡിയാണ്. ഭാര്യയും ഭർത്താവും കൂടി നാട്ടുകാരുടെ പണം തട്ടിച്ചെടുത്തത് വീതം വെക്കുന്നതിൽ ഭാര്യ ഭർത്താവിനെ പറ്റിച്ചു എന്ന് ഭർത്താവിനൊരു തോന്നല്. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു? ഭാര്യയെ തലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കി. ഇതിനെയാണ് ഇവർ കുടുംബവഴക്ക് എന്ന് ലാഘവത്തോടെ പറയുന്നത്. കൊള്ളയടിച്ച് കിട്ടിയ പണം വീതം വെക്കുന്ന സമയത്ത് കൊള്ളക്കാർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കത്തിനെ ആരെങ്കിലും കുടുംബവഴക്കെന്നൊക്കെ പറയാറുണ്ടോ? സുബോധമുള്ള ആരെങ്കിലും അങ്ങനെ പറയോ? അത് കൊള്ളക്കാരുടെ കുടുംബം, ആ കൊള്ളക്കാരുടെ കുടുംബത്തിനകത്തുണ്ടായ വഴക്കാണ് എന്ന് ആരെങ്കിലും പറയോ? പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നൊക്കെ പറയുന്നത് അതും മഹാ കോമഡിയാണ്. കാരണം അങ്ങനെയുള്ള മുന്തിരി ആഗ്രഹിക്കാത്ത ആൾക്കാരും ഉണ്ട് ഈ ലോകത്ത്. മനസ്സിലായോ? ആത്മീയ ഗോളത്തിൽ അത്തരം മുന്തിരികൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെ വിചാരിക്കുന്നവരുണ്ട്. അല്ലാതെ കിട്ടാത്തത് കൊണ്ട് പുളിക്കുമെന്ന് പറയുന്നതല്ല, കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവർ അബ്ദുൾ വഹാബ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. മാത്രമല്ല, ഞങ്ങൾ മലർന്നു കിടന്ന് തുപ്പുന്നവരും സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നവരാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനൊക്കെ ഒന്നും പറയാനില്ല. കാരണം ഇവർക്ക് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പിടികിട്ടാത്ത പോലെ ഇവർ അഭിനയിക്കുകയാണ്. വേറൊരു കമൻറ്റിൽ അദ്ദേഹം പറയുന്നത് സുലൈമാനും ജിജിയും കത്തോലിക്ക സഭയിലായതുകൊണ്ടാണ് ഞങ്ങൾ അവരെ വിമർശിക്കുന്നതെന്നാണ്. ആ കമൻറ്റിൽ അദ്ദേഹം ഞങ്ങൾക്ക് എക്ലീസിയോളജി, സഭാതത്വശാസ്ത്രം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഒരു അവയവത്തെ തലയാകുന്ന ക്രിസ്തുവിൻ്റെ പ്രേരണയാൽ സഹായിച്ചവർ ഏതെങ്കിലും അപകടത്തിൽ ഒരു അവയവത്തിന് കേടുപാട് ഉണ്ടായാൽ പരിഹസിക്കുകയല്ല, വിമർശിക്കുകയല്ല, മുഴു ശരീരവും അത് ഏറ്റെടുക്കുകയും പരിഹരിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിശ്വാസിക്കുണ്ടാകുന്ന അപകടവും നാട്ടുകാരെ പറ്റിച്ച് കോടികൾ വീതം വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അടിപിടിയിൽ എത്തിയുണ്ടാകുന്ന ബുദ്ധിമുട്ടും, ഇത് അബ്ദുൾ വഹാബിനെ സംബന്ധിച്ച് ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് രണ്ടാണ്. മനസ്സിലായോ? വിശ്വാസിക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു കഷ്ടം, ഒരു അപകടം, അത് വേറെ. അതിൽ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ അവരെ സഹായിക്കും. അത് ചെയ്യേണ്ടതുമാണ്, എല്ലാ വിശ്വാസികളും ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് കർത്താവിനെ വിറ്റ് തിന്നാൻ നോക്കിയപ്പോൾ സംഭവിച്ചത്, അല്ലെങ്കിൽ കർത്താവിനെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കർത്താവിനെ പറ്റിച്ച് കാശുണ്ടാക്കി ആ കാശ് വീതം വയ്ക്കുന്നതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമാണ്. അത് മറ്റേതുപോലെ, ആദ്യത്തേതുപോലെ ഞങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റില്ല. തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടിയാണ് ഒരുത്തൻ ക്രിസ്ത്യാനി ആയതെന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി ആയതിനു ശേഷം, ക്രിസ്ത്യാനി ആകുമ്പോൾ അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷെ ക്രിസ്ത്യാനി ആയതിനു ശേഷം ക്രിസ്തുവിൻ്റെ പേര് ഉപയോഗിച്ച് നാട്ടുകാരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ അവനോട് മൃദു സമീപനം പുലർത്തരുത്.
അങ്ങനെ മൃദുസമീപനം പുലർത്തുന്നത് അവന് മാത്രമല്ല ആ പുലർത്തുന്ന ആൾക്കും ദോഷം ചെയ്യും. അത് ക്രിസ്ത്യാനിറ്റിക്ക് മൊത്തത്തിൽ ദോഷം ചെയ്യും. മനസ്സിലായോ? കാരണം ഇത്തരം ആളുകളെയാണ് നാളെ സുവിശേഷ വിരോധികൾ ഉയർത്തിക്കൊണ്ടുവരിക. കണ്ടില്ലേ? സുവിശേഷം പറയുന്നു എന്നും പറഞ്ഞിട്ട് ഇതേ കോടികൾ ഉണ്ടാക്കി. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളും പണത്തിന് വേണ്ടിയാണിത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് സുവിശേഷത്തിനെ തുച്ഛീകരിച്ച് കളയും. നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒരു വിലയും കൊടുക്കാത്ത വിധത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവരുടെ മനസ്സിലും ഇതിനൊന്നൊരു വില കൊടുക്കേണ്ട കാര്യമില്ല, ഇവർ കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നും പറഞ്ഞ് സുവിശേഷം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ അല്ലെങ്കിൽ വിലമതിക്കാൻ പറ്റാത്തതായ ആ കാര്യത്തിനെ തുച്ഛീകരിച്ച് കളയും. അതാണ് സംഭവിക്കുക നിങ്ങൾ ഇങ്ങനെയുള്ളവരോട് മൃദു സമീപനം പുലർത്തിയാൽ. അപ്പം ഞങ്ങൾ ഏതായാലും സുവിശേഷത്തെ തുച്ഛീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ എതിർക്കും. സുലൈമാൻ മുസ്ലിം ആയിരുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കത്തോലിക്കരാണ് എന്നതുകൊണ്ടോ അല്ല ഞങ്ങൾ സുലൈമാനെ എതിർത്തത്. ഇസ്ലാമിൽ നിന്ന് കത്തോലിക്കരായി മാറിയ എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ. അവരെ ആരെങ്കിലും ഞങ്ങൾ എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സുലൈമാനും ഭാര്യയ്ക്കും നേരെയുള്ള എതിർപ്പിൻ്റെ കാരണം അവർ കത്തോലിക്കരാണ് എന്നുള്ളതല്ല. മനസ്സിലായോ? സുലൈമാൻ അല്ലാഹുവിനെയും ഈസാ നബിയെയും മൂസാ നബിയെയും ഇബ്രാഹിം നബിയെയും ദാവൂദ് നബിയെയും ഒക്കെ കത്തോലിക്കർക്കിടയിൽ തള്ളിക്കയറ്റുന്നത് കൊണ്ടാണ്. അതായത് ബൈബിളിലെ യേശു ആണ്, മോശയാണ്, അബ്രഹാമാണ്, ദാവീദാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇടയിൽ തള്ളിക്കയറ്റുന്ന ആ കാര്യം കാണുന്നത് കൊണ്ടാണ് സുലൈമാനെതിരുള്ള എതിർപ്പ് വരുന്നത്. മനസ്സിലായോ? ഇസ്ലാമിൽ നിന്ന് കത്തോലിക്കരായ മറ്റുള്ളവർ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് അവരെ ഞങ്ങൾ എതിർക്കാത്തത്. നാളെ അവർ ചെയ്യുകയാണെങ്കിൽ അവരെയും ഞങ്ങൾ എതിർക്കും. സുലൈമാൻ ഈ പരിപാടി നിർത്തിയിരുന്നെങ്കിൽ, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ശരിയായ കാര്യമല്ല, തെറ്റാണത്, നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. അന്നേ സുലൈമാൻ ഇത് നിർത്തിയിരുന്നെങ്കിൽ ഞങ്ങളാരും അവനെ വിമർശിക്കാൻ നിൽക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടെ വേറെ ഇഷ്ടംപോലെ പണിയുണ്ട്. അത് വിട്ട് കളഞ്ഞിട്ട് ഇവൻ്റെ പുറകെ ഞങ്ങൾ പോവില്ലായിരുന്നു. അബ്രഹാം ആൻ്റണി എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നോക്കിക്കോ. ഭാര്യ ഭർത്താവ് ബന്ധത്തിലെ അസ്വാരസ്യം ആഘോഷിക്കാൻ നടക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പടലപ്പിണക്കം ആസ്വദിച്ച് നടക്കുന്നവരാണെന്ന്. ഇവർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഇവരുടെ കണ്ണിൽ ഇത് വെറും കുടുംബ പ്രശ്നം മാത്രമാണ്. കുടുംബകലഹമാകുമ്പോൾ ഭർത്താവ് ഭാര്യയെ തല്ലിയെന്നൊക്കെ ഇരിക്കും, ഭാര്യ അത് സഹിച്ചും ക്ഷമിച്ചും ഇരുന്നോളണം എന്ന ചിന്താഗതിക്കാരാണ് ഇവർ. അതുകൊണ്ടാണ് ഇവർ ന്യായീകരിക്കാൻ വരുന്നത് ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അസ്വാരസ്യമാണെന്നും പറഞ്ഞുകൊണ്ട്. സുലൈമാനും ജിജിയും ജിജിയുടെ കുടുംബക്കാരും അടക്കം ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ള എല്ലാവരും ക്രിമിനൽസ് ആണ്. ഈ ക്രിമിനൽസ് എന്നുള്ള വാക്ക് എനിക്കറിയാം അത് ഇത്തിരി കടുത്തതാണെന്ന്, പക്ഷെ അതാണ് യഥാർത്ഥം. അതാണ് ഇവരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ. ഇവർ എന്ത് ക്രൈമാണ് ചെയ്തതെന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇവർ ചെയ്ത ക്രൈമുകളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പരമ്പര ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആ പരമ്പരയിലെ ഒന്നാമത്തെ വീഡിയോ ആണ് ഇത്. ഈ പരമ്പര മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ ക്രിമിനൽസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. വാസ്തവം പറഞ്ഞാൽ ഈ നാറ്റക്കേസിൽ ഇടപെടേണ്ട എന്ന് കരുതിയിരുന്ന ആളാണ് ഞാൻ. സുലൈമാൻ ജിജിയെ ആക്രമിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പ് സംഭവം നടന്ന് 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിരുന്നു. ഞാനത് ഒരാൾക്ക് പോലും അയച്ചു കൊടുക്കുകയുണ്ടായില്ല. പിന്നെയും 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് ചാനലുകളിൽ ഈ വിഷയം വരുന്നത്. ചാനലുകളിലൂടെ ഈ സംഭവം പുറത്തറിഞ്ഞതിന് ശേഷം ഏതാണ്ട് 10 ദിവസത്തിന് മുകളിലായി. പല ചാനലുകാരും കുറേ വീഡിയോകൾ ചെയ്തു. മെയിൻ സ്ട്രീം ചാനൽ മാത്രമല്ല, യൂട്യൂബ് ചാനലുകാരൊക്കെ ഇഷ്ടം പോലെ വീഡിയോകൾ ഈ വിഷയത്തിൽ ചെയ്തു. എന്നിട്ടും ഞങ്ങൾ ഇതുവരെ ഒരു വീഡിയോ പോലും ചെയ്തിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നാറ്റക്കേസിൽ ഇടപെടേണ്ട എന്ന് വെച്ച് തന്നെ മിണ്ടാതിരുന്നതാണ്. എന്നാൽ ഞാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ വന്ന് അബ്ദുൽ വഹാബും ടീമും സുലൈമാനെ വിളിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ പരമ്പര ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം കുറേ ആളുകൾ ഇപ്പോഴും ഇത് വെറും കുടുംബ പ്രശ്നമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ധാരണ മാറ്റി കൊടുക്കണം, അങ്ങനെയല്ല എന്നുള്ളത്. ഫേസ്ബുക്കിനകത്ത് ഞാനൊരു പോസ്റ്റ് ഇടുന്നത് ചുമ്മാ അങ്ങ് ഇടുകയല്ല, വളരെയധികം കാര്യങ്ങൾ അന്വേഷിച്ചും പഠിച്ചുമാണ് ഇടുന്നത്. അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ, കുറേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ അവിടെ കയറി വന്ന് ചുമ്മാ ചൊറിയുന്ന വർത്തമാനം പറയാൻ നിൽക്കരുതെന്ന് ഞാൻ പലരോടും പറയാറുള്ളതാണ്. കാരണം അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചുമ്മാ വന്നൊരു കമൻ്റ് ഇട്ട് പോയാൽ മതി. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ്. ആ അധ്വാനത്തെ മുഴുവൻ തുച്ഛീകരിക്കുന്ന വിധത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. വസ്തുതാപരമായി ഖണ്ഡനം നടത്തട്ടെ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. വസ്തുതാപരമായ ഖണ്ഡനം ആർക്കും നടത്താം. കാരണം ഒരുപക്ഷെ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റാണ്, ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇവർ ശരിയായിട്ടുള്ള വസ്തുതകൾ മുന്നോട്ട് നിരത്തി ഇത് തെറ്റാണെന്ന് ഖണ്ഡിച്ചാൽ എൻ്റെയും തെറ്റിദ്ധാരണ മാറുമല്ലോ.
മാത്രമല്ല ഞാൻ മുഖാന്തരം മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനിടയായ സംഭവം ഇല്ലാതെയാവും ഇവർ വന്ന് ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ വസ്തുതാപരമായ ഖണ്ഡനം ആര് നടത്തിയാലും അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയുള്ള ഖണ്ഡനത്തിന് വേണ്ടി ആരെയും ഞാൻ സ്വാഗതം ചെയ്യും. പക്ഷെ ചൊറിയാൻ വേണ്ടി വന്നേക്കരുത്. കുറേ എണ്ണം അങ്ങനെ ചൊറിയാൻ വേണ്ടി വന്നതിൻ്റെ ഫലം, അത് അനന്തരഫലമായിട്ടാണ് ഈ വീഡിയോ പരമ്പര ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ദൈവം അനുവദിക്കുന്ന പക്ഷം ആ പരമ്പര ഞങ്ങൾ പൂർത്തിയാക്കും. സുലൈമാൻ തുർക്കിയുടെ ലൈവിൽ പറഞ്ഞ പല കാര്യങ്ങളും നിയമവിരുദ്ധമായി അവർ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതവർ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും അറിഞ്ഞുകൊണ്ടോ എന്ന് പറയോ? ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ക്രൈം നടത്തിക്കൊണ്ട് പണം ഉണ്ടാക്കുന്നതെന്ന് ഒരാളും പബ്ലിക്കിലും ഒന്നും പറയില്ല. പക്ഷെ സുലൈമാൻ അത് പറഞ്ഞു, ഒരു പ്രാവശ്യമല്ല, ഇഷ്ടം പോലെ. ജിജിയും പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈവും മറ്റുമൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഇതിനകത്ത് കുറേ ക്രൈമാണ്. അപ്പോൾ ഇത് അവരായിട്ട് സ്വയം പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഫേസ്ബുക്കിൽ സുലൈമാൻ ലൈവ് ചെയ്തതിന് ശേഷം ആ ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒറിജിനൽ, അത് പിൻവലിക്കുകയുണ്ടായി. ചില ആളുകൾ എനിക്ക് ഈ ലൈവിൻ്റെ ലിങ്ക് ഇട്ട് തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈനിലില്ല, ഞാൻ അറിഞ്ഞില്ലേ ലിങ്ക് ഇട്ടതെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പിന്നീട് 2 മണിക്കൂറിന് ശേഷമാണ് ഓൺലൈനിൽ വരുന്നത്. അപ്പോൾ വാട്സാപ്പിൽ ഈ ലിങ്ക് കണ്ടു, കുറേ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നോക്കി. അന്നേരം ഇത് ഓപ്പൺ ആകുന്നില്ല, വീഡിയോ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന്. പിന്നീട് ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്കൊരാൾ ലിങ്ക് ഇട്ട് തന്നു. അപ്പോൾ അത് ഓപ്പണായി. ഞാൻ ആ വീഡിയോ കാണുകയും ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. പലയിടങ്ങളിൽ കട്ടുണ്ട്. അതായത് ലൈവ് വീഡിയോ ആണെങ്കിൽ നമുക്കറിയാം ഒരു കട്ടും ഉണ്ടാവില്ല, ആ ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇത് പലയിടത്തും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്, ഒറിജിനലല്ല. ഒറിജിനൽ ലൈവ് വീഡിയോ അല്ല. അത് ലൈവ് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ സുലൈമാൻ്റെ വക്കീലെങ്ങാനും വിളിച്ചിട്ട് സുലൈമാനോട് ഇതിൻ്റെ നിയമപ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കണം. സുലൈമാൻ പറഞ്ഞ കാര്യത്തിലെ പലതിനുമുള്ള നിയമപ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ആ ഒറിജിനൽ വീഡിയോ പിൻവലിക്കുകയും ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രശ്നമുണ്ടെന്ന് തോന്നിയ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, എഡിറ്റ് ചെയ്ത് കളഞ്ഞ്, സെൻസറിങ് നടത്തിയതിന് ശേഷം അപ്ലോഡ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിലോക്കാലിയ ട്രസ്റ്റിലെ മെമ്പേഴ്സ് എല്ലാവരും നിയമലംഘകരാണെങ്കിൽ ആ ലൈവിൽ സുലൈമാനോടൊപ്പം ഉണ്ടായിരുന്ന ഫിലോക്കാലിയയിലെ ജോലിക്കാരെല്ലാവരും കൂട്ടുപ്രതികൾ കൂടിയാണ്. സുലൈമാൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവർ ഓരോന്നോരോന്നും പറഞ്ഞപ്പോൾ ഓർത്ത് കാണില്ല ഇനി ഇതിൻ്റെ പേരിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന്. ആരെങ്കിലും ഇത് കേസ് കൊടുത്താലോ അല്ലെങ്കിൽ സർക്കാർ സ്വമേധയാ കേസെടുത്താലോ ഇവരെല്ലാം കൂട്ടുപ്രതികളായിട്ട് വരും. അതുപോലെ അതിൻ്റെ നിയമവശങ്ങൾ എഡിറ്റ് ചെയ്ത് സുലൈമാൻ ഇറക്കിയ 34 മിനിറ്റും 42 സെക്കൻഡുമുള്ള ആ വീഡിയോ ഞാൻ 2 വട്ടം സശ്രദ്ധം കേൾക്കുകയുണ്ടായി. സുലൈമാൻ്റെ വാക്കുകൾ അനുസരിച്ച്, മറ്റൊന്നുമല്ല, സുലൈമാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മാത്രം നോക്കിയാൽ ഏതാണ്ട് 20-ലധികം ക്രൈമുകളാണ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ആളുകൾ നടത്തിയിരിക്കുന്നത്. ആ ട്രസ്റ്റിലെ മെമ്പേഴ്സായിരിക്കുന്നത് സുലൈമാൻ അടക്കമുള്ള എല്ലാവരും. ഈ വീഡിയോയിൽ ഞാൻ അത്തരം ചില ക്രൈമുകൾ ഒറ്റ ക്ലിപ്പേ എടുക്കുന്നുള്ളൂ. ആ ഒരു ക്ലിപ്പ് വിശകലനം ചെയ്യുമ്പോൾ എത്ര ക്രൈമാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഒരു ക്ലിപ്പ് മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നുള്ളൂ വിശകലനം ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് വിദേശത്തു നിന്നും പണം വാങ്ങാൻ ഫിലോക്കാലിയ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ ജിജിയുടെ മാതാപിതാക്കളുടെയും പിന്നെ സുലൈമാൻ്റെയും ഒക്കെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ കൊടുത്തതെന്ന കാര്യം സുലൈമാൻ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി. അപ്പോൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നേരിട്ടിടാൻ പറ്റില്ല, കാരണം ഇതിന് FCRA ലൈസൻസ് ഇല്ല. അങ്ങനെ പെട്ട കുറേ കുടുംബങ്ങൾ മാരിയോ ബ്രദറിൻ്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു. എത്ര രൂപ വന്നെന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്കൊരു ഇൻഫർമേഷനും ഇല്ല. മാനേജിങ് ട്രസ്റ്റിയാണ്, ഈ കുടുംബക്കാർ തീരുമാനിക്കും. മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി. അപ്പൻ്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് റിങ്കുവിൻ്റെ അക്കൗണ്ട്. ഇങ്ങനെ ഇവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്ത് നിന്ന് കാശ് സ്വീകരിച്ചു. അപ്പം ആരെയും സ്വീകരിച്ചില്ലെന്ന് ചോദ്യം വരും. ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു, അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു. കേട്ടല്ലോ, ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് FCRA ലൈസൻസ് ലഭിച്ചിട്ടില്ല എന്നാണ് മാനേജിംഗ് ട്രസ്റ്റിയായ സുലൈമാൻ പറയുന്നത്. അതുകൊണ്ടാണ് മാനേജിംഗ് ട്രസ്റ്റി അടക്കമുള്ള മറ്റ് പലരുടെയും പേഴ്സണൽ അക്കൗണ്ടുകളിൽ വിദേശത്തു നിന്നും പണം വാങ്ങേണ്ടി വന്നതത്രേ. എത്ര സിമ്പിളായിട്ടാണ് സുലൈമാൻ ഇത് പറയുന്നത്, എത്ര സിമ്പിളായിട്ടാണ്.
ഈ ഒരൊറ്റ കാര്യം ചെയ്തതിലൂടെ ഇന്ത്യയിലെ നിയമമനുസരിച്ച് അങ്ങേയറ്റം ഗുരുതരമായ, അതീവ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയിരിക്കുന്നത്. FCRA ലൈസൻസ് ഇല്ലാതെ ട്രസ്റ്റിനു വേണ്ടി വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതും മറ്റ് വ്യക്തികളുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം സ്വീകരിക്കുന്നതും നിയമപരമായി അതീവ ഗുരുതരമായ കുറ്റമാണ്, വളരെ കുറ്റകരമാണ്. ഞാനതൊന്ന് ചെറുതായി വിശദീകരിക്കാം. പബ്ലിക് ചാരിറ്റി ട്രസ്റ്റുകളുടെയും ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങളുടെ, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അപ്പം അങ്ങനെയുള്ളവയുടെയൊക്കെ പ്രവർത്തനങ്ങളെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു സുപ്രധാന നിയമമാണ് വിദേശ സംഭാവന നിയന്ത്രണ നിയമം, അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010, FCRA എന്ന് ചുരുക്കി പറയും. വിദേശ സ്രോതസ്സുകളിൽ നിന്ന് സംഭാവനകളോ സഹായങ്ങളോ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി വിദേശ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് തടയാനാണ് ഈ നിയമം രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ട്രസ്റ്റുകൾ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുമ്പോൾ ഈ നിയമം കർശനമായി പാലിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതിന് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 അഥവാ FCRA പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ലൈസൻസ് നിർബന്ധമാണ്. ഒരു ചാരിറ്റി ട്രസ്റ്റിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു സംഭാവന പോലും, ആകെ ഒരൊറ്റ സംഭാവനയെ സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒന്നുകിൽ FCRA രജിസ്ട്രേഷനോ അല്ലെങ്കിൽ പ്രയോർ പെർമിഷൻ എന്ന് പറയുന്ന PP എന്ന് ചുരുക്കി പറയും, PP, അതായത് മുൻകൂർ അനുമതി, ഇത് മുൻകൂർ അനുമതിയോ നേടിയിരിക്കണം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ഞാൻ പറയാം. അതായത് FCRA രജിസ്ട്രേഷനും ഈ PP തമ്മിലുള്ള വ്യത്യാസം പറയാം. ഒരു ട്രസ്റ്റ് സ്ഥിരമായി വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് FCRA രജിസ്ട്രേഷൻ എടുക്കണം. അത് 5 വർഷത്തേക്കാണ് കിട്ടുക. 5 വർഷം കഴിയുമ്പോൾ രജിസ്ട്രേഷൻ പുതുക്കണം, സ്ഥിരമായിട്ട് എടുക്കുന്നെങ്കിൽ. എന്നാൽ ഒരു പ്രത്യേക പരിപാടിക്ക്, ഒരു പ്രത്യേക ആവശ്യത്തിനായി മാത്രം ഒറ്റത്തവണ സംഭാവന സ്വീകരിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിൽ അതിന് FCRA രജിസ്ട്രേഷൻ വേണ്ട. പകരം പ്രയോർ പെർമിഷൻ അല്ലെങ്കിൽ മുൻകൂർ അനുമതി മതിയാകും. ആ ഒരൊറ്റ പ്രോഗ്രാമോടുകൂടി പിന്നെ വിദേശത്ത് നിന്ന് ഒരു ഫണ്ടൊന്നും സ്വീകരിക്കുന്നില്ല, അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ FCRA വേണ്ട. ഈ FCRA സംഭാവന സ്വീകരിക്കാനുള്ള അക്കൗണ്ടിനും പ്രത്യേകതയുണ്ട്. 2020 ഭേദഗതി പ്രകാരം FCRA രജിസ്ട്രേഷനുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരു പ്രത്യേക അക്കൗണ്ടിലൂടെ മാത്രമേ വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ആ അക്കൗണ്ട് തുറക്കേണ്ടത് കേരളത്തിലല്ല, ന്യൂഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെൻറ്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ മാത്രമേ വിദേശ സംഭാവനകൾ സ്വീകരിക്കാനുള്ള പ്രൈമറി അക്കൗണ്ട് തുറക്കാൻ പാടുള്ളൂ. അതായത് SBIയുടെ മറ്റുള്ള ബ്രാഞ്ചുകളിൽ നിങ്ങൾ അക്കൗണ്ട് തുറന്നാലൊന്നും FCRA അക്കൗണ്ട് ആക്കാൻ പറ്റില്ല. അത് ന്യൂഡൽഹി പോകണം, അവിടെ പാർലമെൻറ്റ് സ്ട്രീറ്റ് ബ്രാഞ്ച് ഉണ്ട്, അവിടെ അക്കൗണ്ട് തുറക്കണം. ആ അക്കൗണ്ട് മാത്രമേ FCRA ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ആ അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഏത് ബാങ്കുകളിലെ അക്കൗണ്ടുകളിലേക്കും മാറ്റാം, എന്നിട്ട് ചെലവഴിക്കാം. പക്ഷെ വിദേശത്തു നിന്ന് വരുന്നത് ഈ ഒരൊറ്റ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും. എന്നാൽ ഇനി അങ്ങനെ ചെലവഴിക്കുമ്പോൾ മറ്റ് ബാങ്കുകളിലേക്ക് അയച്ചത് ചെലവഴിക്കാമെന്ന് പറഞ്ഞില്ല, അങ്ങനെ ചെലവഴിക്കുമ്പോൾ അതിനും കുറേ നിയന്ത്രണങ്ങളുണ്ട്. FCRA രജിസ്ട്രേഷനുള്ള ഒരു ട്രസ്റ്റിന് ലഭിച്ച വിദേശ ഫണ്ട് FCRA രജിസ്ട്രേഷൻ ഇല്ലാത്ത മറ്റ് വ്യക്തികൾക്കോ സംഘടനകൾക്കോ കൈമാറ്റം ചെയ്യാൻ പാടില്ല. അങ്ങനെ കൈമാറ്റം ചെയ്യുന്നുവെങ്കിൽ അത് നിയമലംഘനമാണ്. ഓരോ സാമ്പത്തിക വർഷവും ഇവർക്ക് ലഭിച്ച വിദേശ സംഭാവനകളുടെയും അത് ചെലവഴിച്ചതിൻ്റെയും പൂർണ്ണമായ വിവരങ്ങൾ ട്രസ്റ്റ് നിർബന്ധമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കണം. ഈ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട്, ആ ഒരു സാമ്പത്തിക വർഷം അവർക്ക് ലഭിച്ച വിദേശ ഫണ്ടും പിന്നെ ചെലവഴിച്ച തുകയും ഇതിൻ്റെയൊക്കെ ആ വരവ് ചിലവ് കണക്കുകളുടെ റിപ്പോർട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ പൊതുജനങ്ങൾക്കായി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ നൂലാമാലകൾ അല്ലെങ്കിൽ സങ്കീർണമായ നടപടിക്രമങ്ങൾ ഉള്ളതാണ് ഈ FCRA രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം, അതായത് ന്യൂഡൽഹിയിൽ പാർലമെൻറ്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിലുള്ള അക്കൗണ്ട്, അവിടെ പോയിട്ട് അക്കൗണ്ട് എടുക്കണം എന്നുള്ളതൊക്കെ 2020 ഭേദഗതിക്ക് ശേഷമാണ്. അതിനു മുമ്പ് അത്രയും കർക്കശമായിരുന്നില്ല, വേറെയും അക്കൗണ്ടുകൾ എടുക്കാമായിരുന്നു. അങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് സർക്കാർ വെച്ചിരിക്കുന്ന അതിൻ്റെ നിബന്ധനകളൊക്കെ.
അങ്ങനെയുള്ള ആ രജിസ്ട്രേഷൻ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇല്ല എന്ന് ഞങ്ങളാരുമല്ല, അതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റ് തന്നെയാണ് നാട്ടുകാരോട് പറയുന്നത്. ഞങ്ങൾക്ക് FCRA രജിസ്ട്രേഷൻ ഇല്ല എന്ന്. ഇനി ഈ FCRA നിയമലംഘനം, അതായത് വയലേഷൻ ഓഫ് FCRA, അതെന്താണെന്ന് നോക്കാം. FCRA 2010 ചാപ്റ്റർ 3 സെക്ഷൻ 11 FCRA രജിസ്ട്രേഷനെ കുറിച്ച് വിവരിക്കുന്നത്. ആ സെക്ഷൻ 11 ഞാനൊന്ന് ചുരുക്കി നിങ്ങളുടെ മുമ്പാകെ പറയാം. നിശ്ചിത സാംസ്കാരികമോ സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ മതപരമോ സാമൂഹികപരമോ ആയ അജണ്ടകളുള്ള ഒരു അസോസിയേഷന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ മുൻകൂർ അനുമതിയോ നേടാതെ വിദേശ സംഭാവന സ്വീകരിക്കാൻ പാടില്ല എന്നാണ് സെക്ഷൻ 11 പറയുന്നത്. അസോസിയേഷനുകൾക്ക് മാത്രമല്ല, വ്യക്തികൾക്ക് ഇത് ബാധകമാണ്. എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഫിലോകാലിയ ട്രസ്റ്റിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ വ്യക്തികളുടെ കാര്യം ഒഴിവാക്കിയതാണ്. അപ്പോൾ ചാരിറ്റി ട്രസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ നിശ്ചിത അജണ്ടകളുള്ള അസോസിയേഷൻ എന്ന് പറഞ്ഞല്ലോ. ചിലത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലത് സാംസ്കാരികപരമായിരിക്കാം, ചിലത് സാമൂഹികപരമായിരിക്കാം, ഏതാകട്ടെ അവർക്ക് അവരുടേതായ ഓരോ അജണ്ടയുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇന്നതാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ അജണ്ടകളുള്ള അസോസിയേഷനുകൾ എന്ന് പറഞ്ഞല്ലോ, ആ അസോസിയേഷനുകൾ എന്ന വിഭാഗത്തിലാണ് ചാരിറ്റി ട്രസ്റ്റുകൾ ഉൾപ്പെടുന്നത്. അതിനാൽ രജിസ്ട്രേഷനോ മുൻകൂർ അനുമതിയോ ഇല്ലാതെ വിദേശ ഫണ്ട് നേരിട്ടോ അല്ലാതെയോ സ്വീകരിക്കുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 സെക്ഷൻ 11 നഗ്നമായ ലംഘനമാണ്. ഈ ലംഘനത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് FCRA സെക്ഷൻ 35 സെക്ഷൻ 35 പറയുന്നത് പിഴ അടയ്ക്കേണ്ടി വരും. 1,00,000 രൂപയോ അല്ലെങ്കിൽ സ്വീകരിച്ച വിദേശ സംഭാവനയുടെ 30% ഇതിലേതാണോ കൂടുതൽ അതാണ് പിഴയായി ഈടാക്കുക. പിഴ മാത്രമല്ല, തടവ് ശിക്ഷയും ഉണ്ട്. 5 വർഷം വരെ തടവ് ശിക്ഷ ഈ കുറ്റത്തിന് ലഭിക്കാവുന്നതാണ്. മനസ്സിലായോ? അതായത് FCRA സെക്ഷൻ 11 ലംഘനം ഒരു കുറ്റമായി കണക്കാക്കുകയും അതിൻ്റെ സ്വഭാവം, തുക, ഉദ്ദേശം എന്നിവ അനുസരിച്ച് കോടതിക്ക് പിഴയോടൊപ്പം തടവ് ശിക്ഷയും വിധിക്കാവുന്നതാണ്. തീർന്നിട്ടില്ല. FCRA രജിസ്ട്രേഷനോ മുൻകൂർ അനുമതിയോ ഇല്ലാതെ സ്വീകരിച്ച വിദേശ സംഭാവനകൾ മുഴുവൻ സർക്കാരിന് കണ്ടുകെട്ടാൻ അധികാരമുണ്ട്. എന്നുവെച്ചാൽ വിദേശത്ത് നിന്ന് പണം അയച്ചു കൊടുത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, വിദേശത്ത് നിങ്ങൾ ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കിയ പണം പാവപ്പെട്ട മനുഷ്യർക്കൊരു കിടപ്പാടം ഉണ്ടാകട്ടെ എന്ന നല്ല വിചാരത്തോടെ നിങ്ങൾ കൊടുത്ത പണം സർക്കാർ പിടിച്ചെടുത്തുകൊണ്ട് പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? FCRA നിയമലംഘനം കണ്ടെത്തിയാൽ കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിക്കുകയും കൂടുതൽ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് സ്ഥാപനത്തെ തടയുകയോ അല്ലെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ ചെയ്യും. ഈ ഒരു കാര്യത്തോടുകൂടി സുലൈമാൻ പറഞ്ഞ ആ ഒരു വാചകം ഉണ്ടല്ലോ, ഫിലോകാലിയ FCRA രജിസ്ട്രേഷൻ ഇല്ലാതെ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞത്, അതിൻ്റെ നിയമലംഘനം ഇവിടെ അവസാനിക്കുന്നില്ല. ബൈപ്പാസിംഗ് ദ ലോ എന്ന് പറയുന്ന വേറൊരു വകുപ്പ് കൂടി ഇതിനകത്ത് വരും. അതായത് വഴിമാറിയുള്ള ഫണ്ട് സ്വീകരിക്കൽ, ബൈപ്പാസിംഗ് ദ ലോ, നിയമത്തെ മറികടക്കൽ. മാനേജിംഗ് ട്രസ്റ്റി FCRA ലൈസൻസ് ലഭിക്കാത്തതിനാൽ മറ്റു പലരുടെയും അക്കൗണ്ടുകളിൽ കൂടി പണം വാങ്ങേണ്ടി വന്നു എന്ന് പറയുന്നത് നിയമപരമായ ഒരു ഒഴിവുകഴിവല്ല, മറിച്ച് നിയമം മറികടക്കാനുള്ള മനഃപൂർവമായ ശ്രമമായിട്ടാണ് അധികൃതർ ഇതിനെ കാണുക. അല്ലെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിൽ അത് അങ്ങനെയാണ്. നിയമപരമായ മാർഗത്തിലൂടെ എന്ന് വെച്ചാൽ FCRA അക്കൗണ്ട് വഴി സ്വീകരിക്കാൻ കഴിയാത്ത പണം മറ്റുള്ളവരുടെ വ്യക്തിഗത അക്കൗണ്ട് ഒരു മറയായി ഉപയോഗിച്ച് ട്രസ്റ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിട്ടാണ് സർക്കാർ കണക്കാക്കുക. ഇത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 സെക്ഷൻ 3 സെക്ഷൻ 17 ലംഘനമാണ്. FCRA രജിസ്ട്രേഷനില്ലാത്തൊരു ട്രസ്റ്റ് നിയമമനുസരിച്ച് വിദേശ സംഭാവന സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട സ്ഥാപനമാണ്. മറ്റൊരാളുടെ അക്കൗണ്ട് വഴി സ്വീകരിക്കുന്ന പണത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ഈ ട്രസ്റ്റ് ആണെങ്കിൽ നിയമലംഘനം ട്രസ്റ്റിനും ബാധകമാകും. ഇവിടെ മാനേജിംഗ് ട്രസ്റ്റ് തന്നെയാണ് പറയുന്നത് ഫിലോകാലിയ ട്രസ്റ്റിന് വേണ്ടിയാണ് സ്വകാര്യ അക്കൗണ്ടുകൾ വഴി പണം സ്വീകരിച്ചത് എന്ന്. സെക്ഷൻ 17 എന്താണ് പറയുന്നതെന്ന് അറിയണ്ടേ? വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ അനുവാദമുള്ള സ്ഥാപനങ്ങൾക്ക് പോലും നിർബന്ധമായും FCRAയ്ക്ക് വേണ്ടി മാത്രം തുറന്ന അക്കൗണ്ടിലൂടെ, അതായത് ന്യൂഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലൂടെ മാത്രമേ ആ സംഭാവന സ്വീകരിക്കാൻ പാടുള്ളൂ. അത് ചെയ്യാതെ വേറൊരാളുടെ അക്കൗണ്ട്
വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ 17-ാം വകുപ്പിൻ്റെ നഗ്നമായ ലംഘനമാണ്. ഇതിൻ്റെ ശിക്ഷ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. സെക്ഷൻ 35 പറയുന്ന ശിക്ഷ തന്നെ. 5 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഇതുകൊണ്ടും തീർന്നിട്ടില്ല. ഫിലോക്കാലിയ നടത്തിയ വേറൊരു നിയമലംഘനം കൂടി ഇതിനകത്തുണ്ട്. ബിനാമി ഇടപാടുകൾ നിരോധിക്കൽ അഥവാ ദ പ്രൊഹിബിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് ആക്ട് 1988 2016 ഭേദഗതി വരുത്തിയത് പ്രകാരം ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ട്രസ്റ്റിനോ വേണ്ടി നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ മറ്റൊരാളുടെ പേരിൽ പണം സ്വീകരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നത് ബിനാമി ഇടപാടായി കണക്കാക്കപ്പെടും. ബിനാമി ഇടപാട് എന്താണെന്ന് നമുക്കറിയാം. ഒരു വസ്തു അല്ലെങ്കിൽ ആസ്തി ഒരു വ്യക്തിയുടെ പേരിൽ വാങ്ങുകയോ അല്ലെങ്കിൽ അയാൾ കൈവശം വയ്ക്കുകയോ ചെയ്യുകയും എന്നാൽ അതിനുള്ള പണം നൽകുന്നതും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം കൈവശം വയ്ക്കുകയും ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയോ സ്ഥാപനമോ ആയിരിക്കുന്ന ഒരു ക്രമീകരണത്തെയാണ് ബിനാമി ഇടപാട് എന്ന് പറയുന്നത്. ഇവിടെ FCRA ലംഘനവുമായി ബന്ധപ്പെട്ട് ഈ നിയമം ബാധകമാകുന്ന സാഹചര്യം ഞാൻ വ്യക്തമാക്കാം. ആസ്തി അഥവാ പ്രോപ്പർട്ടി മറ്റൊരാളുടെ അക്കൗണ്ടിൽ സ്വീകരിച്ച വിദേശ ഫണ്ട് ഒരു ആസ്തിയായി കണക്കാക്കുന്നു. ബിനാമിദാർ അല്ലെങ്കിൽ ബിനാമിയായിട്ട് നിൽക്കുന്നയാൾ ആരുടെ പേരിലാണോ വാങ്ങുന്നത് അയാൾ. വിദേശ ഫണ്ട് സ്വീകരിച്ച വ്യക്തിയുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ടും പണവും ഇപ്പോൾ ഉള്ളത്. ഇനി യഥാർത്ഥ ഉടമ, അത് ബെനിഫിഷ്യൽ ഓണർ, ഇതിൻ്റെ ഗുണഭോക്താവായിരിക്കുന്ന ഉടമ, ഈ പണം ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ട്രസ്റ്റിനാണ്. അപ്പോൾ FCRA രജിസ്ട്രേഷൻ ഇല്ലാത്തതിനാൽ ട്രസ്റ്റിന് നേരിട്ട് കൈവശം വയ്ക്കാൻ സാധിക്കാത്ത പണം നിയമത്തെ മറികടക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേരിൽ വയ്ക്കുന്നത് ബിനാമി ഇടപാടാണ്. ദ പ്രൊഹിബിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് ആക്ട് 1988 സെക്ഷൻ 3 പ്രകാരം ഇന്ത്യയിലെ ഒരു വ്യക്തിയും ബിനാമി ഇടപാടുകളിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. നിയമം അങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യയിലെ ഒരു വ്യക്തിയും ബിനാമി ഇടപാടുകളിൽ ഏർപ്പെടരുത്. ഇനി ആരെങ്കിലും അങ്ങനെ ഏർപ്പെട്ടാൽ അതിൻ്റെ ശിക്ഷ 3(1) ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് 3(2) പറയുന്നുണ്ട്. കുറഞ്ഞത് 1 വർഷം തടവ്, ഇത് 3 വർഷം വരെ നീട്ടാവുന്നതാണ്. പിന്നെ പിഴയുണ്ട്. ആസ്തിയുടെ 25% വരെ പിഴ ചുമത്താവുന്നതാണ്. അതായത് 100 കോടി ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബിനാമി ഇടപാടെന്നുള്ള ആ വ്യവസ്ഥ അനുസരിച്ച് കേസെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 25 കോടി പിഴ അടയ്ക്കേണ്ടി വരും. 25 കോടി. ഇനി 25 കോടിയല്ലേ പോയുള്ളൂ, ബാക്കി 75 കോടി കൈവശം അവർക്ക് വയ്ക്കാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ദ പ്രൊഹിബിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് ആക്ട് 1988 സെക്ഷൻ 5 പ്രകാരം നിയമം ലംഘിച്ച് നടത്തിയ ഒരു ബിനാമി ഇടപാടിലൂടെ കൈവശം വെച്ചിരിക്കുന്ന ആസ്തികൾ പൂർണ്ണമായും കണ്ടുകെട്ടാൻ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിക്ക് അധികാരമുണ്ട്. മനസ്സിലായോ? 75% ഇവരുടെ കയ്യിലിരിക്കില്ല, അതും കണ്ടുകെട്ടും. ഇവിടെ ബിനാമി ഇടപാടിലൂടെ കൈവശം വെച്ചതായി കണക്കാക്കാവുന്ന ആസ്തി എന്ന് പറയുന്നത് ഫിലോക്കാലിയ ട്രസ്റ്റിന് വേണ്ടി സ്വകാര്യ അക്കൗണ്ട് വഴി വിദേശത്തു നിന്ന് സ്വീകരിച്ച ഫണ്ടാണല്ലോ. അത് മുഴുവനായും സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെടും. മനസ്സിലായോ? ഇനിയിപ്പോൾ അന്വേഷണവേളയിൽ സുലൈമാനും ജിജിയും മറ്റ് ട്രസ്റ്റ് മെമ്പേഴ്സും ഇത് ബിനാമി ഇടപാടല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ദ പ്രൊഹിബിഷൻ ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആക്ട് 1988 സെക്ഷൻ 54 അനുസരിച്ച് അത് പിന്നെയും അവർക്ക് പണിയാകും. സെക്ഷൻ 54 എന്താണ് പറയുന്നത് അറിയണ്ടേ? ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണ വേളയിൽ ബിനാമിദാറോ അല്ലെങ്കിൽ യഥാർത്ഥ ഉടമയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ നൽകേണ്ട വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്താൽ വകുപ്പ് 54 പ്രകാരം ശിക്ഷ ലഭിക്കും. തടവ് ശിക്ഷയും ഉണ്ട്, പിഴ ശിക്ഷയും ഉണ്ട്. കുറഞ്ഞത് 6 മാസം തടവ്, ഇത് 5 വർഷം വരെ നീട്ടാവുന്നതാണ്. ആസ്തിയുടെ 10% വരെ പിഴ ചുമത്തുകയും ചെയ്യാം. തീർന്നിട്ടില്ല കേട്ടോ. ഫിലോക്കാലിയയുടെ നിയമലംഘനം വേറെയും ഉണ്ട് ഇതിനകത്ത്. PMLA അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയൽ നിയമം. അതാണ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്നതിനും അത്തരത്തിൽ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി രൂപീകരിച്ച നിയമമാണ് ഇത്. അതിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഫിലോക്കാലിയ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ്.
വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാൻ FCRA രജിസ്ട്രേഷൻ നേടാനുള്ള നിയമപരമായ ബാധ്യത മനഃപൂർവ്വം ഒഴിവാക്കി മറ്റുള്ളവരുടെ അക്കൗണ്ട് ഉപയോഗിച്ച് പണം സ്വീകരിക്കുന്നത് ആ പണത്തിൻ്റെ ഉറവിടം മറച്ചുവെക്കുന്നതിനും ഇടപാടിന് മറയിടുന്നതിനുമുള്ള ശ്രമമായിട്ടായിരിക്കും അധികൃതർ കണക്കാക്കുക, അല്ലെങ്കിൽ നിയമം അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക. FCRA ലംഘനം ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യമാണ്. ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരമുള്ള നിയമ നടപടികൾ ആരംഭിക്കാൻ കാരണമാകുന്ന ആ നിയമത്തിൻ്റെ ഷെഡ്യൂളിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളെയാണ്. അതായത് കുറ്റകൃത്യങ്ങളെ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികയിട്ടിരിക്കുകയാണ്. ആ പട്ടിക ഞാനൊന്ന് വേഗം പറയാം. ഈ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് BNS അനുസരിച്ച് കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, കള്ളനോട്ട്, വഞ്ചന, തട്ടിപ്പ് തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ. പിന്നെ ആയുധ നിയമം, ആംസ് ആക്ട്, അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPS. അപ്പോൾ ഇതനുസരിച്ച് മയക്കുമരുന്ന് കടത്ത്, അനധികൃതമായ ആയുധക്കടത്ത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ വരുന്ന പണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അടുത്തത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമം, അഴിമതിയിലൂടെയും കൈക്കൂലിയിലൂടെയും ലഭിച്ചിരിക്കുന്ന പണം. ഈ പട്ടികയിൽ അടുത്തതായിട്ട് വരുന്നത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിക്കുന്നത്, അതായത് FCRA ലംഘനങ്ങൾ, പിന്നെ സെബിയുടെ നിയമങ്ങളും കോപ്പിറൈറ്റ് നിയമങ്ങളും അതിലെ ചില വകുപ്പുകൾ ലംഘിക്കുന്നത്, അങ്ങനെ വരുന്ന പണം. ഇതെല്ലാം ഈ പട്ടികയിട്ടിരിക്കുകയാണ്. അതാണ് ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറഞ്ഞത്. സർക്കാർ തന്നെ പട്ടികയിട്ടിരിക്കുകയാണ്, ഇങ്ങനെ വരുന്ന പണം അതിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. അതായത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. കൊലപാതകവും തട്ടിക്കൊണ്ടുപോക്കും, പിന്നെ വഞ്ചനയും, ആംസ് ഡീലിങ്ങും, നാർക്കോട്ടിക് ഡീലിങ്, അങ്ങനെയൊക്കെ വരുന്ന ആ പട്ടികയിൽ വരുന്ന കേസാണ് ഇതും. മനസ്സിലായോ? ഇവർ ചെയ്ത ആ കുറ്റകൃത്യം, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത്. അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്ത കാര്യമാണ് സുലൈമാൻ പരസ്യമായിട്ട് പറഞ്ഞത്. ഇവിടെ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് FCRA ലംഘനം നടത്തിയപ്പോൾ അത് ഈ ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യം ചെയ്തതിലൂടെ ലഭിച്ച പണത്തെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അഥവാ കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച വരുമാനം ആയിട്ടാണ് സർക്കാർ കണക്കാക്കുക. ഇവിടെ FCRA ലംഘനത്തിലൂടെ ഫിലോക്കാലിയ ട്രസ്റ്റിലേക്ക് സ്വീകരിച്ച പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ട് കണക്കാക്കപ്പെടും. മനസ്സിലായോ? അത്തരം കേസുകൾ അന്വേഷിക്കാനാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. അവർ PMLA നിയമപ്രകാരം, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരം, കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്ന നിയമപ്രകാരം അന്വേഷണം നടത്താനും ഈ ട്രസ്റ്റിമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും സാധ്യതയുണ്ട്. ട്രസ്റ്റിമാരുടെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ഫിലോക്കാലിയ ട്രസ്റ്റിൻ്റെ മാത്രമല്ല, ട്രസ്റ്റിമാരുടെ പേരിലുള്ള സ്വത്ത് എന്തോ അതെല്ലാം കണ്ടുകെട്ടാം. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കുറ്റകൃത്യത്തിന് PMLA സെക്ഷൻ 4 പ്രകാരമുള്ള ശിക്ഷകളാണ് ലഭിക്കുക. തടവ് ശിക്ഷ ഏറ്റവും കുറഞ്ഞത് 3 വർഷം തടവ്. ഇത് വേണമെങ്കിൽ 7 വർഷം വരെ നീട്ടാം. ഇനി ചില കേസുകളിൽ ഇത് 10 വർഷം വരെയും നീട്ടാം. പിന്നെ പിഴയുടെ കാര്യമാണെങ്കിൽ പിഴയുടെ പരിധി നിശ്ചയിച്ചിട്ടില്ല. മറ്റുള്ളതിലെല്ലാം നമ്മൾ കണ്ടു, ആസ്തിയുടെ 30% അല്ലെങ്കിൽ 25% അല്ലെങ്കിൽ 10% എന്നൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെ ഇല്ല. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഈ പിഴയുടെ, കുറ്റകൃത്യത്തിന് ശിക്ഷ എന്ന് പറയുമ്പോൾ അതിൽ പിഴയുടെ പരിധിയില്ല. കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് പരിധിയില്ലാത്ത പിഴ, ഫൈൻ വിത്തൗട്ട് എനി ലിമിറ്റ് ചുമത്താവുന്നതാണ്. നിയമം അങ്ങനെയാണ് പറയുന്നത്. തീർന്നില്ല, സ്വത്ത് കണ്ടുകെട്ടൽ ഇതിലുമുണ്ട്. അത് സെക്ഷൻ 5ഉം 8ഉം അത് പ്രകാരം ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ക്രിമിനൽ പ്രവർത്തനത്തിലൂടെ നേടിയ സ്വത്ത് കണ്ടുകെട്ടാനുള്ള അധികാരമുണ്ട്. അങ്ങനെ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളിലുള്ള നിയമപരമായ അവകാശം സർക്കാരിനായിട്ട് മാറും. പിന്നെ ഇവർക്ക് അതിൽ അവകാശമില്ല. അത് ഈ ട്രസ്റ്റിൻ്റെ സ്വത്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ സ്വത്തടക്കം അത് കണ്ടുകെട്ടും. ഇനി PMLA കേസിൽ ജാമ്യം കിട്ടണമെങ്കിൽ അതിനും വളരെ ബുദ്ധിമുട്ടാണ്. ജാമ്യ വ്യവസ്ഥകൾ സെക്ഷൻ 45 പറയുന്നുണ്ട്. സെക്ഷൻ 45 പ്രകാരം ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ കോടതിയുടെ പ്രാഥമിക നിഗമനത്തിൽ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടാകണം. പിന്നെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ പ്രതി മറ്റൊരു കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം.
അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും. പിന്നെ വേറെ കുറേയൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ട് ഇത് രണ്ടുമാണ് ജാമ്യം കിട്ടാൻ. എന്നാൽ ഇവിടെ ഇത് രണ്ടും നടക്കില്ല. കാരണം മുഖ്യപ്രതിയായ മാനേജിംഗ് ട്രസ്റ്റി തന്നെയാണ് സ്വമേധയാ, ആരുടെയും നിർബന്ധത്താലല്ല, സ്വമേധയാ ലൈവ് വന്ന് പറയുന്നത് ഞങ്ങൾ FCRA നിയമം ലംഘിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി ചിന്തിക്കേണ്ട കാര്യമില്ല. മുഖ്യപ്രതി തന്നെ പരസ്യമായി കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞു. പിന്നെ പ്രതികൾ ഇപ്പോഴും യാതൊരു നാണവും മാനവുമില്ലാതെ പൊതുജനങ്ങളോട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവച്ചാൽ കുറ്റകൃത്യം അവർ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാമ്യത്തിൽ വിട്ടാലും ഇവർ നാട്ടുകാരോട് കാശ് ചോദിക്കും. അഥവാ കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന് പ്രോസിക്യൂഷൻ വക്കീൽ വാദിച്ചാൽ കോടതി അത് അംഗീകരിച്ച് ജാമ്യം നിഷേധിക്കും. അപ്പോൾ ഈ കേസിൻ്റെ അനന്തരഫലം, PMLA കേസിൻ്റെ അനന്തരഫലം ട്രസ്റ്റികളെ അവരുടെ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്യാനും ഇവരെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ട്രസ്റ്റികളെ ആക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഭാവിയിൽ ഇവർ വേറെ ഏതെങ്കിലും ട്രസ്റ്റുകളിൽ ചുമതലകൾ വഹിക്കുന്നതിൽ നിന്ന് വിവേചനാധികാരത്തോടെ അവരെ വിലക്കാനും കോടതിക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് PMLA, FCRA പോലുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ട്രസ്റ്റിയുടെ ധാർമ്മിക നിലവാരം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഭാവിയിൽ ഏതെങ്കിലും ചാരിറ്റി സ്ഥാപനത്തിൽ ട്രസ്റ്റിയായി നിയമിക്കപ്പെടാൻ അയാൾ അയോഗ്യനാണെന്ന് കോടതിക്ക് വിധിക്കാൻ സാധിക്കുന്നത്. ഫിലോകാലിയുടെ നിയമലംഘനം ഇപ്പോഴും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇനിയുള്ളത് ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറൻസി. മാനേജിംഗ് ട്രസ്റ്റി അടക്കമുള്ള ട്രസ്റ്റികളും പണം സ്വീകരിക്കാൻ അക്കൗണ്ടുകൾ നൽകിയ വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് നിയമം ലംഘിച്ചു എന്ന് തെളിഞ്ഞാൽ അത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 120B അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 61 പ്രകാരം ക്രിമിനൽ ഗൂഢാലോചനയായി കണക്കാക്കപ്പെടും. വിദേശ സംഭാവന കൈപ്പറ്റിയ എല്ലാവരും ഈ നിയമലംഘനത്തിൽ ട്രസ്റ്റികൾക്കൊപ്പം തുല്യമായി പങ്കാളികളാണ്. സുലൈമാൻ തുർക്കി ലൈവിൽ പറഞ്ഞ ഒരൊറ്റ വാചകത്തിൽ നിന്നാണ് ഇത്രയധികം ക്രിമിനൽ ആക്ടിവിറ്റീസ് അവർ നടത്തിയതായി നമ്മൾ കണ്ടത്. സുലൈമാൻ ആ ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് ഇമോഷണലായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിദേശത്തുള്ള കത്തോലിക്കരെ വൈകാരികമായി ഇളക്കിവിടാനും തനിക്ക് അനുകൂലമായി അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും വേണ്ടിയാണ് ആ ഡയലോഗ് അടിക്കുന്നത്. നമുക്ക് അതും ഒന്ന് കേട്ടു നോക്കാം. എങ്ങനെ അവൾ കാശ് മുടക്കിയെന്നുള്ളത് എൻ്റെ വേദന പറയാണ്. സോറി കേട്ടോ. ഈ വയനാട്ടിലെ പ്രൊജക്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ, എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം, ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് ഭർത്താവ് പോകുന്നു, വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നു, രാത്രി എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയിട്ടൊക്കെ നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ വേദന അറിയാം. അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക. എന്നിട്ട് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടവകകളിലും നിങ്ങളുടെ അമ്പലത്തിലും നിങ്ങളുടെ മസ്ജിദിലും ഒക്കെ നാട്ടിൽ നിന്നുള്ള ഗുരുക്കന്മാരൊക്കെ വന്ന് ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾ മടി കാണിക്കാതെ കാശ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി. അപ്പോൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നേരിട്ടിടാൻ പറ്റില്ല, കാരണം ഇതിന് FCRA ലൈസൻസ് ഇല്ല. അങ്ങനെ പെട്ട കുറേ കുടുംബങ്ങൾ മാരിയോ ബ്രദറിൻ്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു. എത്ര രൂപ വന്നെന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്കൊരു ഇൻഫർമേഷനും ഇല്ല. മാനേജിങ് ട്രസ്റ്റിയാണ്, ഈ കുടുംബക്കാർ തീരുമാനിക്കും. മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി. അപ്പൻ്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് റിങ്കുവിൻ്റെ അക്കൗണ്ട്. ഇങ്ങനെ ഇവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്തിന് കാശ് സ്വീകരിച്ചു. ഫിലോകാലിയയിലേക്ക് സംഭാവന നൽകുന്ന വിദേശ മലയാളികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് വളരെ വൈകാരികമായിട്ടാണ് സുലൈമാൻ സംസാരിക്കുന്നത്. അവൻ പറയുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ സുലൈമാൻ എന്ത് ചെയ്യുമായിരുന്നു? ആദ്യമേ തന്നെ ഫിലോകാലിയ ട്രസ്റ്റിന് FCRA രജിസ്ട്രേഷൻ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രസ്റ്റിന് വേണ്ടി പണം പിരിക്കാൻ അവരുടെയും ഇവരുടെയും പേഴ്സണൽ അക്കൗണ്ട് നമ്പറുകൾ കൊടുക്കേണ്ട കാര്യമില്ല. ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കാം. മാത്രമല്ല ഇവർ ട്രസ്റ്റ് ആരംഭിക്കുന്നത് 2018-ലോ 2019 ആ സമയത്താണെന്ന് പറഞ്ഞു. 2020 ഭേദഗതി പ്രകാരമാണ് ഡൽഹിയിലുള്ള പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കേണ്ടത്, SBIയുടെ ആ ബ്രാഞ്ചിൽ നിന്ന് അക്കൗണ്ട് എടുക്കേണ്ടത്. അതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ അക്കൗണ്ട് എടുക്കാൻ. അപ്പോൾ ഇത് മുമ്പേ ചെയ്യാമായിരുന്നു, മനസ്സിലായോ? അങ്ങനെ ആണെങ്കിൽ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കാം. ആ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് വരുന്ന പണം അത് ജിജിക്കോ ജിജിയുടെ കുടുംബക്കാർക്കോ കൈയിട്ട് വാരിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതിന് ഓരോ സാമ്പത്തിക വർഷവും അതിൽ വരുന്ന പണത്തിൻ്റെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാക്ഷ്യപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതുമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് കൈയിട്ട് വാരിയെടുക്കാൻ പറ്റില്ല.
ഫിലോക്കാലിക്ക് സംഭാവന തരുന്ന വിദേശ മലയാളികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് സുലൈമാന് ആത്മാർത്ഥമായ കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ FCRA രജിസ്ട്രേഷൻ എടുക്കുമായിരുന്നു. അത് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം സുലൈമാന്റെ വിഷമം ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നാണ്. ട്രസ്റ്റിലേക്ക് നിയമവിരുദ്ധമായി ജിജിയുടെയും കുടുംബക്കാരുടെയും അക്കൗണ്ടുകൾ വഴി വിദേശത്തു നിന്ന് വരുന്ന പണം അവർ അടിച്ചു മാറ്റുകയാണെന്നുള്ള കാര്യം സുലൈമാൻ അറിഞ്ഞപ്പോൾ, അപ്പോഴെങ്കിലും ഇപ്പം FCRA എടുത്തിട്ടില്ല, ഇങ്ങനെയാണ് വരുന്നത് പണം, ശരി, അങ്ങനെ വരുന്ന പണം ഇവർ കൈയിട്ട് വാരുകയാണ് എന്നറിഞ്ഞപ്പോൾ അവന് വേറൊരു കാര്യം ചെയ്യാമായിരുന്നല്ലോ. നിലവിൽ ഫിലോക്കാലിയ ട്രസ്റ്റിന് വിദേശത്തു നിന്നും ഫണ്ട് സ്വീകരിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ടുകളിൽ ചില തടസ്സങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിദേശത്തുള്ളവരാരും ദയവായി ഫിലോക്കാലിയയ്ക്ക് ഇപ്പോൾ പണം അയക്കരുത്. എത്രയും വേഗം ആ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് പുതിയ അക്കൗണ്ട് നമ്പർ തരും. ഇനി മുതൽ അതിലേക്ക് നിങ്ങൾ പണം അയച്ചാൽ മതി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമായിരുന്നല്ലോ, ഇല്ലേ? അങ്ങനെ ചെയ്തൂടെ? അതാകുമ്പോൾ എൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും കൂടി നിങ്ങൾ അയക്കുന്ന പണം അടിച്ചു മാറ്റുകയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവരെ പൊതുജനമധ്യത്തിൽ അപമാനിതരാക്കിയെന്നോ ട്രസ്റ്റിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്നോ സുലൈമാൻ്റെ കുടുംബജീവിതം തകരാറിലാക്കിയെന്നോ ഒന്നും വരുന്നില്ല. അങ്ങനെയൊന്നുമില്ല. FCRA രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ആ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ജിജിയുടെയും കുടുംബക്കാരുടെയും കൈയിട്ട് വാരൽ ഒഴിവാക്കും. അത് ഒഴിവാകും. ജിജിക്കും കൂട്ടർക്കും പിന്നെ അതിനകത്തൊന്നും പറയാനും പറ്റില്ല. കാരണം നിയമപരമായ കാര്യമാണ് സുലൈമാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തുകൂടായിരുന്നോ സുലൈമാനെ? എന്താ ചെയ്യാതിരുന്നത്? എന്താ ചെയ്യാതിരുന്നത്? ചെയ്യാതിരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. വിദേശത്തു നിന്നും പണം പിരിക്കാൻ ജിജിയുടെയും കുടുംബക്കാരുടെയും മാത്രമല്ല സുലൈമാന്റെയും പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതിൽ വരുന്ന പണം സുലൈമാന്റെ ഇഷ്ടത്തിന് ചെലവാക്കാം. യാതൊരു കണക്കും ആർക്കും കാണിക്കേണ്ടതില്ല. എന്നാൽ FCRA രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ആ അക്കൗണ്ട് കൊടുത്താൽ അതിൽ വരുന്ന പണം സുലൈമാന്റെ ഇഷ്ടത്തിനനുസരിച്ച് സുലൈമാന് ചിലവാക്കാൻ പറ്റില്ല. കൃത്യമായ കണക്ക് അതിന് കൊടുക്കണം. ആ പണം ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന് സുലൈമാൻ അറിയാം. ചാരിറ്റി എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചത് സുലൈമാൻ പറയുന്നത് പോലെ ജിജിയും ജിജിയുടെ കുടുംബക്കാരും മാത്രമല്ല സുലൈമാനും കൂടിയാണ്. മനസ്സിലായോ? സുലൈമാനും കൂടിയാണ്. ഇപ്പൊ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറ്റം മുഴുവൻ ജിജിയുടെയും കുടുംബക്കാരുടെയും തലയിൽ വെച്ച് സുലൈമാൻ മാന്യൻ ചമയാനുള്ള ശ്രമമാണ് ആ ലൈവിൽ നമ്മൾ കണ്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിഷയം ഇപ്പോൾ വെളിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ആ ലൈവിൽ വന്നിരുന്ന് ജിജിയും കുടുംബക്കാരും ചെയ്യുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ കാര്യം സുലൈമാൻ നാട്ടുകാരോട് പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ പറയുമായിരുന്നു? ഇപ്പം ഇത് വെളിയിൽ വന്നില്ലായിരുന്നെങ്കിൽ സുലൈമാൻ അത് പറയുമായിരുന്നു? ഒരിക്കലും പറയില്ല. ഇപ്പോഴും അത് മൂടി വെച്ചേനെ. വിദേശത്ത് കിടന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ഓവർ ടൈം ചെയ്ത് പണം ഉണ്ടാക്കി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആളുകളെ ഇപ്പോഴും അവർ ഊറ്റിക്കൊണ്ടിരുന്നേനെ. ഇവരുടേത് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് അല്ല, ചാരി ഊറ്റബിൾ ട്രസ്റ്റ് ആണ്. നാട്ടുകാരെ ഊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കെട്ടിയോനും കെട്ടിയോളും കൂടി. അവസാനം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറ്റം മുഴുവൻ കെട്ടിയോളുടെ മണ്ടയ്ക്ക് വെച്ച് കെട്ടിയോൻ നീതിമാൻ ചമയാൻ നോക്കുകയാണ്. മനസ്സിലായി? അതാണ് നമ്മൾ കണ്ടത്. കാര്യകാരണ സഹിതം ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുടെ മനസ്സിൽ സുലൈമാൻ തുർക്കി ആ ലൈവിന് ശേഷം നീതിമാനും നിസ്സഹായനുമായ മനുഷ്യനായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സുലൈമാനെയും ഭാര്യയെയും അല്ല, അവർക്ക് കാശ് അയച്ചു കൊടുക്കുന്നവരെയാണ് കുറ്റം പറയേണ്ടത്. കാരണം ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും അവർ പ്രവർത്തിക്കുക എന്ന് വളരെ വ്യക്തമായി തന്നെ സുലൈമാനും ഭാര്യയും വർഷങ്ങൾക്ക് മുൻപേ ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കത് കേട്ടു നോക്കാം. അല്ല ചേട്ടാ, അവര് ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ്? ഇപ്പൊ കേരളത്തില് ഏകദേശം 175ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട് ക്രിസ്തീയതയില്. അപ്പോ ആ ധ്യാന കേന്ദ്രങ്ങളെല്ലാം മിക്കയിടത്തും 300 രൂപ അല്ലെങ്കിൽ 500 രൂപയാണ് ഫീസ്. അപ്പോൾ അവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യമാണ്. അപ്പൊ അതെന്തുകൊണ്ട് അവർ അവിടെ അങ്ങനെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും ധ്യാന കേന്ദ്രം. എന്നിട്ട് ഇവര് ധ്യാനത്തിന് വരുമ്പോ ഫീസ് 300 ആയിരിക്കാം, ചിലപ്പോൾ 500 ആയിരിക്കാം. പക്ഷേ ധ്യാനത്തിന്റെ ഇടയിൽ സ്തോത്ര കാഴ്ച വാങ്ങും. സ്തോത്ര കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പിരിവാണ്. അത് സദക്ക അല്ലെങ്കിൽ ഒരു ചാരിറ്റി പിരിവാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആ ധ്യാന കേന്ദ്രത്തിൽ പല കാരണങ്ങൾ പറയാം. ഞങ്ങൾക്ക് വൃദ്ധമന്ദിരമുണ്ട്, ഞങ്ങൾക്ക് അനാഥരെ പോറ്റുന്നുണ്ട്, ഫ്രീ ആയി ധ്യാനിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര ചെലവുണ്ട്, ഇത്ര ചെലവുണ്ടെന്ന് പറഞ്ഞത് വാങ്ങും. നമ്മളിപ്പം നടത്തിയ ഒരൊറ്റ ബാച്ചിലും ഞങ്ങൾ ഈ സ്തോത്ര കാഴ്ചയോ അല്ലെങ്കിൽ പിരിവോ എടുത്തിട്ടില്ല. മാത്രമല്ല, ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. സുലൈമാനും ഭാര്യയും ഇക്കാര്യത്തിലുള്ള അവരുടെ നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി അവർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ
അത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കില്ല, ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയാൽ എന്താണ് അവർ ചെയ്യുക എന്ന് ഭാര്യയും ഭർത്താവും രണ്ടുപേരും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണത്തിൻ്റെ പകുതിയേ ചെലവഴിക്കുകയുള്ളൂ എന്ന്. ഇത് വളരെ വ്യക്തമായി തന്നെയാണ് അവർ പറയുന്നത്. 100 വീട് വെക്കാനുള്ള കാശ് അവർക്ക് കിട്ടിയാൽ അവർ 50 വീട് വെച്ച് കൊടുക്കും. ചൂരൽമലയിൽ 200 വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. 400 വീട് വെച്ച് കൊടുക്കാനുള്ള പണം കിട്ടിയാൽ 200 വീട് വെച്ച് കൊടുക്കും. ബാക്കിയുള്ളത് ഇവരുടെ പോക്കറ്റിലേക്ക് പോകും, ഇവരടിച്ചു മാറ്റും. പിരിക്കുന്ന പൈസയിൽ പകുതിയേ ചെലവഴിക്കുകയുള്ളൂ എന്ന് സുലൈമാൻ പരസ്യമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കേട്ടിട്ടും സുലൈമാനും ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും കാശ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇതിലെ പ്രധാന കുറ്റവാളികൾ എന്നേ ഞാൻ പറയുകയുള്ളൂ. അവരെ കഴിഞ്ഞിട്ടേ സുലൈമാനും സുലൈമാൻ്റെ ഭാര്യയും ഭാര്യയുടെ കുടുംബക്കാരൊക്കെ കുറ്റക്കാരാവുകയുള്ളൂ. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്ര വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയെ വെറും കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് ചുരുക്കി കാണുന്ന മന്ദബുദ്ധികളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാം. എങ്കിലും പറയുകയാണ്, ഇനിയെങ്കിലും ദൈവം തന്ന തലച്ചോറ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചാരിറ്റിയുടെ മറവിൽ പണം തട്ടാൻ നടക്കുന്നവർക്ക് 5 പൈസ കൊടുക്കരുതെന്ന് മാത്രമല്ല, അവരുടെ കള്ളത്തരങ്ങൾ വെളിയിൽ വന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കരുത്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന ഈ ക്രിമിനൽസിനെ നിയമത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഒരു അവയവത്തിന് ഏതെങ്കിലും അപകടത്തിൽ കേടുപാട് പറ്റിയാൽ പരിഹസിക്കുകയല്ല, വിമർശിക്കുകയല്ല, മുഴു ശരീരവും അത് ഏറ്റെടുക്കുകയും പരിഹരിക്കുകയുമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രിമിനൽസിനെ ന്യായീകരിക്കാൻ നടക്കുന്ന അബ്ദുൽ വഹാബിനെ പോലെയുള്ളവരോട് പറയട്ടെ, അബ്ദുൽ വഹാബിൻ്റെ അത്രയ്ക്ക് ആത്മീയത എനിക്കില്ലാത്തതുകൊണ്ട് സുലൈമാനോടും ജിജിയോടും അങ്ങനെയൊക്കെ ഇടപെടാൻ എനിക്ക് പറ്റില്ല കേട്ടോ. കർത്താവിൻ്റെ പേര് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുകയും കർത്താവിനെ വിറ്റ് തിന്നുകയും ചെയ്യുന്ന ആൾക്കാരെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി കാണാനും എനിക്ക് സാധിക്കുകയില്ല. അവരെ ഞാൻ കാണുന്നത് സഭ എന്ന ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണികളായിട്ടാണ്. ഈ വൃക്ഷത്തെ രക്ഷിക്കണമെങ്കിൽ അത്തരം ഇത്തിൽ കണ്ണികളെ പറിച്ചു കളയുകയാണ് വേണ്ടത് എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. അങ്ങനെയുള്ള ആ ഇത്തിൽ കണ്ണികളെ പറിച്ചു കളയാനുള്ള ശ്രമമാണ് ഈ വീഡിയോ പരമ്പരയിലൂടെ ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫിലോകാലിയുടെ നിയമലംഘനങ്ങളെ ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള വീഡിയോകളിൽ വിശദമായിട്ട് തന്നെ നമുക്ക് കാണാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.